എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കാണ് കളക്റ്റീവ് നൗൺ. അപ്പോൾ ഒത്തിരി കളക്റ്റീവ് നൗൺസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഓർത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ കളക്റ്റീവ് നൗൺസ് എല്ലാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും ഇതൊന്നും മറന്നു പോകില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലോട്ടും ഈ വീഡിയോ എത്തിക്കാനായിട്ട് അവർക്കും കൂടെ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് കളക്റ്റീവ് നൗൺ? അല്ലെ, കളക്റ്റീവ് നൗൺ എന്താണെന്ന് അറിഞ്ഞാലാണ് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ് നൗണിൻ്റെ ഒരു കളക്ഷൻ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കോഴി എന്ന് പറയുമ്പോൾ കോഴികളുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്ത് പറയും? ഓക്കെ, ആടിൻ്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ പോലീസുകാരുടെ ഒരു കൂട്ടം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കളക്റ്റീവ് നൗൺ എന്ന് പറയുക. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇവിടെ നോക്കുക, എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് ഹെൻസ്. കോഴികളുടെയും കോഴിക്കുട്ടികളുടെയും ഒക്കെ എന്താണ് ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയും? ബ്രൂഡ് ഓഫ്. ഓക്കെ, ബ്രൂഡ് ഓഫ് ചിക്കൻസ്, എ ബ്രൂഡ് ഓഫ് ഹെൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ഈ കളക്റ്റീവ് നൗൺ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഈസ് ദ കളക്റ്റീവ് നൗൺ ഓഫ് ഹെൻസ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കണം. പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറേയധികം കളക്റ്റീവ് നൗൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം കോഡ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഞാൻ പറയുമ്പോൾ എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് അല്ലെങ്കിൽ ഹെൻസ്, ചിക്കൻസിൻ്റെയും ഹെൻസിൻ്റെയും ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്രൂഡ് എന്ന് പറയാം. അപ്പോൾ എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് ഹെൻസ്, ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? ഇവിടെ നോക്കാം, നമ്മൾ ചിക്കൻ ഹെൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കഴിക്കുന്ന അങ്ങനെ കാര്യം ഓർക്കുക. അപ്പോൾ ചിക്കൻ കഴിക്കുന്നത് നമ്മുടെ സാധാരണ എന്തെങ്കിലും ചപ്പാത്തി അതിൻ്റെ ഏതിൻ്റെങ്കിലും കൂടെയൊക്കെ ചിക്കൻ കഴിക്കും അല്ലേ? അപ്പോൾ നമ്മൾ തൽക്കാലം ബ്രൂഡ് എന്നുള്ളതിനെ ബ്രെഡ് ആക്കുകയാണ്. നമ്മൾ തൽക്കാലം എന്തിൻ്റെ കൂടെയാണ് ചിക്കൻ കഴിക്കുന്നത്? ബ്രെഡിൻ്റെ കൂടെയാണ്. ഓക്കെ, ബ്രെഡും ചിക്കനും ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നമ്മൾ ചിക്കൻ കഴിക്കുന്നത് എന്തിൻ്റെ കൂടെയാണ്? ബ്രെഡിൻ്റെ കൂടെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ബ്രൂഡ് ഓഫ് ചിക്കൻസ് ഹെൻസ് കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, എ ഫ്ലൈറ്റ് ഓഫ്. ഓക്കെ, എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, ഡോഗ്സ്, പീജിയൻസ്, ഇൻസെക്ട്സ്, സ്റ്റേയേഴ്സ്. ഇതിനെല്ലാം എന്താണ് പറയുന്നത്? എ ഫ്ലൈറ്റ് ഓഫ് എന്നാണ്. അതായത് ബേർഡ്സിൻ്റെ ഒരു കൂട്ടത്തെ നമ്മൾ എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറയും. ഡോവ്സ് അല്ലെങ്കിൽ പീജിയൻസ് എന്താണ്? പ്രാവ് അല്ലെ, പ്രാവുകളുടെ ഒരു കൂട്ടത്തെ എ ഫ്ലൈറ്റ് ഓഫ് ഡോവ്സ് അല്ലെങ്കിൽ എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ് എന്ന് പറയും. ദെൻ ഇൻസെക്ട്സ്, ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഡ്പദങ്ങൾ അല്ലെ. ഇപ്പോൾ ഷഡ്പദങ്ങളുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്ത് പറയും? എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് എന്ന് പറയും. സ്റ്റെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പ് അല്ലെ. അപ്പോൾ സ്റ്റെയേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? എ ഫ്ലൈറ്റ് ഓഫ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഓർക്കുക? ഫ്ലൈറ്റ് ഓഫ്. അപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത് അല്ലേ? ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് തന്നെ അല്ലേ? എന്താണ്? വിമാനം, എയറോപ്ലെയിൻ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ഏതിലൂടെയാണ് കയറുന്നത്? ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെയേഴ്സ് ഉണ്ടാവും അല്ലേ? നമ്മൾ കുറച്ച് സ്റ്റെപ്പിലൂടെയാണ് കയറിയിട്ട് ഉള്ളിലോട്ട് കടക്കുക അല്ലേ? വിമാനത്തിൻ്റെ അല്ലെങ്കിൽ എയറോപ്ലെയിനിൻ്റെ ഉള്ളിലോട്ട് കടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്റ്റെയേഴ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർക്കുക, സ്റ്റെയേഴ്സ്. ദെൻ വിമാനം പറക്കുകയാണ് ചെയ്യുക അല്ലേ? വിമാനം പറക്കുകയാണ് ചെയ്യുക. അപ്പോൾ പറക്കുന്ന കാര്യങ്ങൾ ബേർഡ്സ്, ഡോവ്സ് ഇതെല്ലാം പറക്കുന്നതല്ലേ? ഇൻസെക്ട്സ് ഇതെല്ലാം എന്താണ്? പറക്കുന്നതാണ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ബേർഡ്സ്, ഡോവ്സ് ഇതെല്ലാം എന്താണ്? പറക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് അല്ലേ? ബേർഡ് ഫ്ലൈ ചെയ്യും, ഡോവ് ഫ്ലൈ ചെയ്യും. പിന്നെ സ്റ്റെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വിമാനത്തിലോട്ട് കയറുന്നത് നമ്മൾ സ്റ്റെയേഴ്സിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ഡോവ്സ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് ഒക്കെ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, എ മസ്റ്റർ ഓഫ് പീകോക്സ് ആണ്. എ മസ്റ്റർ ഓഫ് പീകോക്സ്, അതായത് പീകോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മയിൽ അല്ലെ? മയിലുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മസ്റ്റർ എന്ന് പറയാം. എ മസ്റ്റർ ഓഫ് പീകോക്സ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ പി ഉണ്ട് അല്ലേ? പി എന്ന് വെച്ചാൽ എന്താണ്? കടലയാണ്. പി എന്ന് വെച്ചാൽ കടലയാണ്. അപ്പോൾ കടല ഇവിടെ കോക്സ് ആണ്. അതിനെ ഞാൻ കുക്കായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പി കുക്ക് ചെയ്യുമ്പോൾ അല്ലെ? കടല കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? മസ്റ്റാർഡ് ഉപയോഗിക്കും. മസ്റ്റാർഡ് എന്ന് വെച്ചാൽ എന്താണ്? കടുക് അല്ലെ? കടുക് ഉപയോഗിച്ച് നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും എന്ത് ഉപയോഗിക്കും? നമ്മൾ കടുക് യൂസ് ചെയ്യും. അപ്പോൾ
പി കുക്ക് ചെയ്യുമ്പോൾ മസ്റ്റാർഡ് വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. എ മസ്റ്റർ ഓഫ് പീകോക്സ്. ഓക്കെ, പീകോക്സിനെ പി കുക്കാക്കി കേട്ടോ. പി കുക്ക് ചെയ്യുന്ന സമയത്ത് പി എന്താണ്? കടല. പി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? മസ്റ്റാർഡ് വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എ മസ്റ്റർ ഓഫ് പീകോക്സ് കിട്ടിയല്ലോ, മറക്കില്ല. എക്സാം ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വന്നോളും. ഓക്കെ, അടുത്തത് നോക്കാം. പോസ് ഓഫ് പോലീസ്. എന്താണ്? പോസ് ഓഫ് പോലീസ്. അപ്പോൾ പോലീസ് എന്ന് പറയുമ്പോഴത്തേനും തന്നെ നമുക്കറിയാം യൂണിഫോമൊക്കെ ഇട്ട്, തൊപ്പിയൊക്കെ ഇട്ട്, ലാത്തിയൊക്കെ പിടിച്ച്, തോക്കൊക്കെ പിടിച്ചല്ലേ, ഭയങ്കര ഗൗരവത്തിൽ അങ്ങനെയുള്ള ഒരു പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഗൗരവം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ കാണുമ്പോൾ പോലീസുകാരൊന്നും അങ്ങനെ കാഷ്വലായിട്ട് അങ്ങനെ ചിരിച്ച് സംസാരിക്കുകയൊന്നുമില്ല, ഭയങ്കര ഗൗരവത്തിലാണ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ പോലീസുകാർക്കൊക്കെ ഭയങ്കര പോസാണ് എന്നാണ് ആലോചിക്കുക കേട്ടോ. ആരോടും പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് വർത്താനൊന്നും പറയില്ല, ഇച്ചിരി പോസുള്ള കൂട്ടത്തിലാണ് നോക്കുക. അപ്പോൾ പോസ് ഓഫ് പോലീസ്, പോലീസുകാർക്കൊക്കെ പോസാണ്, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ പോസ് ഓഫ് പോലീസ് കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. എ സ്ലോത്ത് ഓഫ് ബിയർ. എന്താണ്? എ സ്ലോത്ത് ഓഫ് ബിയർ. ബിയർ എന്ന് വെച്ചാൽ എന്താണ്? കരടി അല്ലെ, കരടിയാണ്. അപ്പോൾ എ സ്ലോത്ത് ഓഫ് കരടി, കരടികളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്ലോത്ത് എന്ന് പറയുക. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് കരടി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്താണ്, കൊച്ചു ടി വിയിലൊക്കെ ഒരു കാർട്ടൂൺ ഉണ്ടല്ലേ, അനിയൻ പാവ ചേട്ടൻ പാവ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരുടെ കാർട്ടൂൺ. അപ്പോൾ അതിൽ കരടികൾ കണ്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ പമ്മി പമ്മി പമ്മിയിട്ടാണ് അവർ നടക്കുക, മെല്ലെ സ്ലോ ആയിട്ടാണ് നടക്കുക. കരടികൾ എങ്ങനെയാണ് നടക്കുക? സ്ലോ ആയിട്ടാണ് നടക്കുക. അപ്പോൾ എ സ്ലോത്ത് ഓഫ് ബിയർ, ബിയർ നടക്കുന്നത് എങ്ങനെയാണ്? സ്ലോ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്ലോയിൽ നിന്നും സ്ലോത്ത് കിട്ടുമല്ലോ. അപ്പോൾ എ സ്ലോത്ത് ഓഫ് ബിയർ കിട്ടിയല്ലോ, സ്ലോ ആയിട്ടാണ് ബിയർ നടക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 5 കളക്റ്റീവ് നൗൺ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ്? എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് ഹെൻസ്. എങ്ങനെയാണ് പറഞ്ഞത്? ചിക്കൻ കഴിക്കുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എ ഫ്ലൈറ്റ് ഓഫ്, എന്താണ്? ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് സ്റ്റെയേഴ്സിലൂടെയാണ് കയറുന്നത്, അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. ദെൻ പറക്കുന്നത് ബേർഡ്സ്, ഡോവ്സ് അല്ലെ, ഇൻസെക്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു. എ മസ്റ്റർ ഓഫ് പീകോക്സ്. പി കുക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം? മസ്റ്റാർഡ് വേണം. എ മസ്റ്റർ ഓഫ് പീകോക്സ്. പോസ് ഓഫ് പോലീസ്, പോലീസുകാർക്കൊക്കെ എന്താണ്? ഭയങ്കര പോസാണ്. എ സ്ലോത്ത് ഓഫ് ബിയർ അല്ലേ, ബിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എ സ്ലോത്ത് ഓഫ് ബിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. ഇവിടെ നോക്കുക. എ സ്കൾക്ക് ഓഫ് ഫോക്സസ്. ഫോക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുക്കൻ അല്ലെ, കുറുക്കന്മാരുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്കൾക്ക് എന്ന് പറയാ. SKULK, സ്കൾക്ക്. ഓക്കെ, സ്കൾക്ക് ഓഫ് ഫോക്സസ് എന്നാണ് പറയാ. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? അപ്പോൾ ഫോക്സ് അല്ലെങ്കിൽ കുറുക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരിക? കുറുക്കൻ്റെ ബുദ്ധി അല്ലേ, കുറുക്കൻ ഭയങ്കര സൂത്രശാലിയാണ് അല്ലേ. അപ്പോൾ കുറുക്കൻ്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്കള്ളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, സ്കൾക്ക് എന്ന് പറയുന്നതിൽ സ്കള്ളുണ്ടല്ലേ, സ്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയാണല്ലോ. അപ്പോൾ തലയിലാണ് എന്താ? ബുദ്ധി അല്ലേ, എവിടെയാണ് ബുദ്ധി? അപ്പോൾ കുറുക്കൻ്റെ ബുദ്ധി എന്നുള്ളത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്കള്ള് കിട്ടിക്കോളും. ഓക്കെ, എ സ്കൾക്ക് ഓഫ് ഫോക്സസ് കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. എ ഷോൾ ഓഫ് അല്ലെങ്കിൽ എ സ്കൂൾ ഓഫ് ഫിഷ് ആണ്. എ ഷോൾ ഓഫ് അല്ലെങ്കിൽ എ സ്കൂൾ ഓഫ് ഫിഷ്. ഓക്കെ, മീനിൻ്റെ ഒരു കൂട്ടത്തെ, മീനുകളുടെ ഒരു കൂട്ടത്തെ പറയുന്നതാണ് എ ഷോൾ ഓഫ് ഫിഷ് അല്ലെങ്കിൽ എ സ്കൂൾ ഓഫ് ഫിഷ്. ഓക്കെ, അപ്പോൾ മീനുകളുടെ കൂട്ടത്തെ നമ്മൾ എന്ത് പറയും? ഷോൾ ഓഫ് എന്ന് പറയും അല്ലെങ്കിൽ സ്കൂൾ ഓഫ് എന്ന് പറയും. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട്, ഇപ്പോൾ ഫിഷ് എന്ന് പറയുമ്പോൾ മീനാണ് അല്ലേ. നമ്മൾ കുഞ്ഞിതലൊക്കെ ആയിരിക്കുമ്പോൾ ചെറുപ്പത്തൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എന്താണ്? വെള്ളത്തിൽ നമ്മൾ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ്? ഷോൾ ഉപയോഗിച്ചിട്ട് അല്ലേ, തോർത്തൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മീനിനെ ഇങ്ങനെ പിടിക്കാറുണ്ട്. രണ്ടറ്റത്തും 2 പേരിൽ നിന്ന് ഇങ്ങനെ കോരി പിടിക്കാറില്ലേ. അപ്പോൾ ഷോൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന കാര്യം ആലോചിക്കുക. അപ്പോൾ ഷോൾ ഓഫ് ഫിഷ് കിട്ടും അല്ലേ. ഷോളും സ്കൂളും ഇവിടെ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ, ഏകദേശം കാണുമ്പോൾ ഒരുപോലെ ഉണ്ട്. അപ്പോൾ സ്കൂളും കൂടെ അതിൻ്റെ കൂടെ കണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണ്? സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് നമ്മൾ ഷോൾ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സ്കൂളും കൂടെ കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഷോൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന കാര്യം ആലോചിച്ചാൽ എ ഷോൾ ഓഫ് ഫിഷ് അല്ലെ, സ്കൂൾ ഓഫ് ഫിഷ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഷോൾ ഉപയോഗിച്ച് മീൻ പിടിച്ചതെന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. എ ഫ്ലീറ്റ് ഓഫ് കാർസ് ഷിപ്സ്. ഓക്കെ, ഫ്ലീറ്റ് ഓഫ് കാർസ്, കാറുകളുടെയും
ഷിപ്പ് എന്താണ് കപ്പൽ അല്ലേ. അപ്പോൾ കാറുകളുടെയും ഷിപ്പിൻ്റെയും എല്ലാ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്ലീറ്റ് ഓഫ് എന്ന് പറയുന്നത്. എ ഫ്ലീറ്റ് ഓഫ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഫ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഓർമ്മ വരിക? നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഫ്ലീറ്റ് എടുക്കും അല്ലേ. അപ്പോൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഫ്ലീറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊന്നും ഇരിക്കുമ്പോൾ എന്ത് കൊടുക്കാറില്ല? സാരി കൊടുക്കാറില്ല. പുറത്തൊക്കെ പോകുമ്പോഴത്തേനുമാണ് സാരി കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലീറ്റൊക്കെ എടുത്ത് സാരിയൊക്കെ എടുത്തിട്ട് നമ്മൾ കാറിലോ ഷിപ്പിലോ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് നമ്മൾ ഫ്ലീറ്റ് എടുക്കുക എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, കാറിലൊക്കെയാണ് നമ്മൾ പുറത്ത് പോവുക. അപ്പോൾ ഫ്ലീറ്റ് കൊടുത്ത് സാരിയെ കൊടുത്ത് പുറത്ത് പോകാനായിട്ട് എന്താണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് കാറാണ് അല്ലേ. ബസ്സിലൊക്കെ എത്തിയും സാരിയെ കൊടുത്ത് കയറുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്ലീറ്റൊക്കെ എടുത്ത് സാരിയെ കൊടുത്ത് നമ്മൾ കാറിലോ ഷിപ്പിലോ ഒക്കെയാണ് എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴത്തേനും സാരി കൊടുക്കുക. അങ്ങനെയുള്ള ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യുക. ഫ്ലീറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ആ ഫ്ലീറ്റ് തന്നെയാണ്, എനിക്ക് സാരിയുടെ ഫ്ലീറ്റ് തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫ്ലീറ്റ് ഓഫ് കാർസ്, നമ്മൾ കാറിലും ഷിപ്പിലൊക്കെ പോകുമ്പോഴത്തേനും സാരിയെ കൊടുത്ത് ഫ്ലീറ്റൊക്കെ എടുത്ത് സാരിയെ കൊടുത്തിട്ടാണ് പോവുക. അങ്ങനെയുള്ള കാര്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എ ഫ്ലീറ്റ് ഓഫ് കാർസ് ഷിപ്സ് ഓർമ്മ വന്നോളൂ. ഓക്കെ, അടുത്തത് നോക്കുക. എ ലിറ്റർ ഓഫ് കപ്സ് പപ്പീസ്. കപ്സിൻ്റെയും പപ്പീസിൻ്റെയും അല്ലെ പട്ടിക്കുട്ടികളുടെയൊക്കെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എ ലിറ്റർ ഓഫ് എന്ന് പറയാം. എ ലിറ്റർ ഓഫ് കപ്സ് പപ്പീസ്. അപ്പോൾ ഇവിടെ ലിറ്റർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എന്താണ് വെള്ളം അല്ലെ, ലിറ്റർ കണക്കിന് വെള്ളം അങ്ങനെ ഓർക്കാം. അപ്പോൾ ലിറ്റർ കണക്കിന് വെള്ളം നമ്മൾ എടുക്കുന്നത് കപ്പ് ഉപയോഗിച്ചിട്ടാണ്. കപ്പ് ഉപയോഗിച്ചിട്ട് ലിറ്റർ കണക്കിന് വെള്ളം ഉപയോഗിക്കും. എന്നിട്ട് പപ്പീസിന് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ പൈപ്പിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. പൈപ്പ് പപ്പിയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുക. എങ്ങനെയാണ്? എ ലിറ്റർ ഓഫ്. ഓക്കെ, ലിറ്റർ എന്ന് പറയുമ്പോൾ ലിറ്റർ കണക്കിന് വെള്ളം ആലോചിക്കുക. വെള്ളം എടുക്കുന്നത് എന്തിലാണ്? കപ്പിലാണ്. അപ്പോൾ കപ്സ് ആലോചിക്കുക. അത് കൊടുക്കുന്നത് പപ്പീസിനാണെന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ എന്ത് ആലോചിക്കുക? കപ്പിൽ ലിറ്റർ കണക്കിന് വെള്ളം എടുക്കുന്നത് എവിടെ നിന്നാണ്? പൈപ്പിൽ നിന്നാണ് ആലോചിക്കുക. അപ്പോൾ പൈപ്പ് പപ്പിയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് എ ലോക്ക് ഓഫ് ഹെയർ. അപ്പോൾ ഹെയർ മുടികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. കാരണം എന്താണ്? ഹെയർ എന്ന് പറയുമ്പോൾ മുടി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിരുത്തിയിടുന്നത് അത്ര നല്ലതല്ല അല്ലേ. നമ്മളെപ്പോഴും കെട്ടി വെക്കണം. അപ്പോൾ കെട്ടി വെക്കുക എന്നുള്ളതിന് പകരം ലോക്ക് ചെയ്ത് വെക്കുക അല്ലേ. നമ്മളെപ്പോഴും തുറന്നിടാൻ പാടില്ല, അഴിച്ചിടാൻ പാടില്ല. ലോക്ക് ചെയ്ത് വെക്കണം. മുടി എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഹെയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ലോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എ സ്കൾക്ക് ഓഫ് ഫോക്സസ്. ഫോക്സ് കുറുക്കൻ്റെ ബുദ്ധി സ്കള്ളുമായിട്ട് കണക്ട് ചെയ്യുക. എ ഷോൾ അല്ലെങ്കിൽ എ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഷോൾ ഉപയോഗിച്ച് മീൻ പിടിച്ച കാര്യം ആലോചിക്കുക. അപ്പോൾ അത് ഓർമ്മ വന്നോളും. എ ഫ്ലീറ്റ് ഓഫ് കാർസ് ഷിപ്സ് അല്ലെ. കാറിലും ഷിപ്പിലൊക്കെ പോകുന്നത് നമ്മൾ എങ്ങനെയാണ്? സാരിയെ കൊടുത്ത് ഫ്ലീറ്റൊക്കെ എടുത്ത് സാരിയെ കൊടുത്തിട്ടാണ് കാറിലും ഷിപ്പിലൊക്കെ പുറത്ത് പോകുന്നത്. എ ലിറ്റർ ഓഫ് കപ്സ് പപ്പീസ് അല്ലെ. നമ്മൾ ലിറ്റർ കണക്കിന് വെള്ളം എടുക്കുന്നത് കപ്പിലാണ്, പൈപ്പിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പപ്പീസിനാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. എ ലോക്ക് ഓഫ് ഹെയർ എന്ന് പറയുന്നത് മുടി എന്ന് പറയുന്നത് അഴിച്ചിടാനായിട്ട് പാടില്ല, എപ്പോഴും കെട്ടി വെക്കണം. അപ്പോൾ ലോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എ ലോക്ക് ഓഫ് ഹെയർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്രയും കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം. എ ബാറ്ററി ഓഫ് ഗൺസ്. ഗൺസ് എന്ന് വെച്ചാൽ എന്താണ്? തോക്ക് അല്ലെ. തോക്കുകളുടെ ഒരു കൂട്ടത്തെ പറയുന്നതാണ് ബാറ്ററി ഓഫ്. അപ്പം അത് ഓർക്കാനായിട്ട് എന്ത് പറയാം? എ ബാറ്ററി ഓഫ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തോക്ക് ഉണ്ടാവുമോ? ഇല്ല. തോക്കെന്ന് പറയുന്നത് ഒഫീഷ്യലി അല്ലെ, അതിന് പെർമിഷൻ ഉള്ളവരുടെ കയ്യിലാണ് തോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന തോക്ക് എന്താണ്? കളിത്തോക്കായിരിക്കും അല്ലെ. നമ്മുടെ വീടുകളിലെ കുട്ടികൾക്കൊക്കെ കളിക്കാനുണ്ടാവുന്നത് എന്താണ്? കളിത്തോക്കായിരിക്കും. അപ്പോൾ കളിത്തോക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ബാറ്ററി വേണം. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവുന്ന തോക്ക് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കളിത്തോക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള തോക്കുകളാണ്. അപ്പോൾ എ ബാറ്ററി ഓഫ് ഗൺസ്. ഓക്കെ, തോക്കുകളുടെ കൂട്ടത്തിന് ബാറ്ററി ഓഫ് എന്നാണ് പറയുക. ഓർക്കാലോ. അടുത്തത് നോക്കാം. എ ഹേർഡ് ഓഫ്. അപ്പോൾ ഹേർഡ് എന്ന് പറയുന്നത് ഒത്തിരി PSCക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എ ഹേർഡ് ഓഫ് എന്ന് പറയുമ്പോൾ കാറ്റിൽ, എ ഹേർഡ് ഓഫ് കാറ്റിൽ എന്ന് പറയും. എ ഹേർഡ് ഓഫ് കൗസ് എന്ന് പറയും. എ ഹേർഡ് ഓഫ് ഡിയർ എന്ന് പറയും. എ ഹേർഡ് ഓഫ് ഗോഡ്സ് എന്ന് പറയും. എ ഹേർഡ് ഓഫ് ജിറാഫ്സ്. എ ഹേർഡ് ഓഫ് ഡോങ്കീസ്. എ ഹേർഡ് ഓഫ് ഹോഴ്സസ്. ഓക്കെ, എല്ലാത്തിനെയും എന്താണെന്ന് പറയുന്നത്? ഹേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർക്കാനായിട്ട് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇപ്പോൾ ഇവിടെ കാറ്റിൽ എന്നുണ്ട് അല്ലേ, കാറ്റിൽ. അപ്പോൾ ഞാൻ കാറ്റിൽ എന്നുള്ളതിൽ നിന്നും കാട്ടിൽ എന്നാക്കി കേട്ടോ. കാറ്റിൽ നിന്നാക്കി, ഇതിങ്ങനെ കാട്ടിൽ നിന്നും വായിക്കാം അല്ലേ, കാട്ടിൽ എന്നാക്കി. ഓക്കെ, വായിക്കാമെന്നല്ല, അങ്ങനെ വായിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓർത്ത് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കാറ്റിൽ എന്നുള്ളതിനെ കാട്ടിൽ എന്നാക്കി. അപ്പോൾ കാട്ടിൽ ഞാനൊരു ശബ്ദം കേട്ടു,
ഹേർഡിൻ്റെ ഹിയർ അല്ലേ, ഹേർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, പക്ഷെ നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. എന്തിൻ്റെയൊക്കെ ശബ്ദമാണ്? പശുവിൻ്റെ, മാനിൻ്റെ, ആടിൻ്റെ, ജിറാഫിൻ്റെ, ഓക്കെ, ഡോങ്കിയുടെ, ഹോസിൻ്റെ, അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കാട്ടിൽ നിന്നും നമുക്ക് എന്തൊക്കെ ശബ്ദങ്ങളാണ് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പശു ഒന്നും കാട്ടിലുണ്ടാവില്ല, ഞാനത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുകയാണ്. അപ്പോൾ കാട്ടിൽ നിന്നും ഹേർഡ് ശബ്ദം കേട്ടു. എന്താണ്? കൗസ് അല്ലേ, പശുവിൻ്റെയും മാനിൻ്റെയും ആടിൻ്റെയും ജിറാഫിൻ്റെയും ഡോങ്കിയുടെയും ഹോസിൻ്റെയും എല്ലാം ശബ്ദം നമ്മൾ കാട്ടിൽ നിന്നും കേട്ടു. അപ്പോൾ കാട്ടിൽ, കാറ്റിൽ, ഹേർഡ് കേട്ടു. ഓക്കെ, ഹേർഡ് ഓഫ് എന്തിൻ്റെയൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. എ ലൈബ്രറി ഓഫ് ബുക്സ്, എ ഷെൽഫ് ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബുക്സ്. അപ്പോൾ ബുക്സിൻ്റെ ഒരു കളക്ഷൻ, ഓക്കെ, ബുക്കുകളുടെ ഒരു കൂട്ടത്തെ പറയുന്നതാണ്. എ ലൈബ്രറി ഓഫ് എന്ന് പറയും, എ ഷെൽഫ് ഓഫ് എന്ന് പറയും, എ പൈൽ ഓഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ലൈബ്രറി അല്ലെ, ബുക്കുമായിട്ട് കണക്റ്റഡ് ആണല്ലോ, ലൈബ്രറിയിലാണ് ബുക്സ് ഉണ്ടാവുക, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. ദെൻ ഷെൽഫ്, ലൈബ്രറിയിൽ എവിടെയാണ് ബുക്ക് വയ്ക്കുക? ഷെൽഫിലാണ് വയ്ക്കുക. അപ്പോൾ ലൈബ്രറിയിലെ ഷെൽഫിൽ ബുക്സ് വെച്ചിട്ടുണ്ട്. എ പൈൽ ഓഫ് അല്ലെ, എ പൈൽ ഓഫ് ബുക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൈൽ ഓഫ് ബുക്സ് എന്ന് കിട്ടാനായിട്ട് നമുക്ക് ബുക്സ് ആണ് ഉള്ളത് അല്ലെ, ലൈബ്രറിയുടെ ഷെൽഫിൽ ബുക്സ് ഉണ്ട്. അതിലൊരു ബുക്ക് എന്താണ്? പൈലറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, പൈലറ്റ് അറിയാലോ അല്ലേ. അപ്പോൾ പൈലറ്റിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് എവിടെയുള്ളത്? നമ്മുടെ ലൈബ്രറിയിലെ ഷെൽഫിലുള്ളത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എ പൈൽ ഓഫ് ബുക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ എ ലൈബ്രറി ഓഫ്, ഷെൽഫ് ഓഫ്, പൈൽ ഓഫ് ബുക്സ് ആണ്. അപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ലൈബ്രറിയിലെ ഷെൽഫിലാണ് ബുക്ക് ഉള്ളത്. എന്തിൻ്റെ ബുക്കാണ്? പൈലറ്റ്സിനെ കുറിച്ചുള്ള ബുക്കാണ്. അപ്പോൾ പൈൽ ഓഫ് കിട്ടിയല്ലോ. അപ്പോൾ 3 കിട്ടി. അടുത്തത് എ വോളി ഓഫ് ആരോസ് ബുള്ളറ്റ്. ആരോസിൻ്റെയും ബുള്ളറ്റിൻ്റെയും കൂട്ടത്തെ പറയുന്നത് എന്താണ്? വോളി ഓഫ്, വോളി. ഓക്കെ, വോളി ഓഫ് ആണ്. അപ്പോൾ ഈ വോളി എന്നുള്ളതിൽ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു എ ഇട്ട് കൊടുത്താൽ അതെന്തായി? വാലി എന്നായി അല്ലേ. അപ്പോൾ വാലി എന്ന് വെച്ചാൽ എന്താണ്? താഴ്വര. അപ്പോൾ നമ്മൾ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ താഴ്വര അല്ലെ, മലകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവിടെ നിന്നിട്ടായിരിക്കും കൂടുതലും ആളുകൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വെടിവെക്കുന്ന അല്ലെ, പട്ടാളക്കാർ അല്ലെങ്കിൽ തീവ്രവാദികളൊക്കെ വെടിവെക്കുന്നത് ഇങ്ങനെ മലയുടെയും ചെരുവിൻ്റെയും താഴ്വരയുടെയൊക്കെ അടുത്ത് നിന്നിട്ട് ഒളിഞ്ഞിരുന്നിട്ട് അല്ലെ, അങ്ങനെ ഇരുന്നിട്ട് വെടിവെക്കുന്ന ഒരു സീൻ ഓർത്തിരിക്കുക നമുക്കൊരു സിനിമയിൽ. അപ്പോൾ അമ്പെയ്യുന്നതും ആരോ അമ്പെയ്യുന്നതും ബുള്ളറ്റ് അല്ലെ, ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ വെടിവെക്കുന്ന കാര്യം ആലോചിക്കുക. അപ്പോൾ ആരോ അമ്പെയ്യുന്നതും ബുള്ളറ്റ് അല്ലെ വെടിവെക്കുന്നതും ഒക്കെ എവിടെ നിന്നിട്ടാണ്? ഒരു താഴ്വരയുടെ താഴെ അല്ലെ, അങ്ങനെ നിന്നിട്ടാണ്. ആ ഒരു മലയും ആ ഒരു സീനൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ വാലി അല്ലെ, വാലി എന്ന് പറഞ്ഞാൽ താഴ്വരയാണ്, അത് കിട്ടുന്നവർക്കാണ് കേട്ടോ. അപ്പോൾ വാലി ഓഫ് ആരോസ് ബുള്ളറ്റ്. അപ്പോൾ നമ്മൾ ആരോയും ബുള്ളറ്റൊക്കെ യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? താഴ്വര അല്ലെ, വാലിയിലൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ വെടിവെക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സാം ടൈമിൽ നമുക്ക് ഓർമ്മ വരും എന്ന് വിചാരിക്കുന്നു. ഓർമ്മ വരട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക എന്തൊക്കെയാണ് പറഞ്ഞത്? എ ബാറ്ററി ഓഫ് ഗൺസ് അല്ലെ, ബാറ്ററി. അപ്പോൾ നമ്മൾ തോക്ക് എന്താണ്? ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള കളിത്തോക്ക് എന്നുള്ള രീതിയിൽ എ ബാറ്ററി ഓഫ് ഗൺസ് ഓർത്തിരിക്കുക. എ ഹേർഡ് ഓഫ് കാറ്റിൽ, കൗസ്, ഡിയർ, ഗോട്ട്, ജിറാഫ്സ്, ഡോങ്കീസ്, ഹോഴ്സസ്. അപ്പോൾ എന്തൊക്കെയാണ്? ഹേർഡ് അല്ലെ, കാറ്റിൽ എന്നുള്ളതിൽ നിന്നും കാട്ടിൽ നമ്മൾ ഹേർഡ് ശബ്ദം കേട്ടു. കൗവിൻ്റെയും ഡോങ്കിയുടെയും ഹോഴ്സിൻ്റെയും ജിറാഫിൻ്റെയും എല്ലാം ശബ്ദം കേട്ടു, കൗവിൻ്റെയും ഡിയറിൻ്റെയും എല്ലാം. ഓക്കെ, ദെൻ എ ലൈബ്രറി ഓഫ് എ എന്താണ്? ഷെൽഫ് ഓഫ്, എ പൈൽ ഓഫ് ബുക്സ് ആണ്. അപ്പോൾ ബുക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ്? ലൈബ്രറിയിലെ ഷെൽഫിലാണ് ബുക്ക് ഉള്ളത്. ആരെക്കുറിച്ചുള്ള ബുക്കാണ്? പൈലറ്റിനെ കുറിച്ചുള്ള ബുക്കാണ്. ഓക്കെ, എ വോളി ഓഫ് ആരോസ് ബുള്ളറ്റ് പഠിച്ചു. വാലി അല്ലെ, വാലി താഴ്വര, അവിടെ അമ്പെയ്യുന്നത് വെടിവെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ വാലി ഓഫ് ആരോസ് ബുള്ളറ്റ് കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കളക്റ്റീനാണ് നിങ്ങൾക്ക് എന്താണ് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.